ഹലോ ഗൈസ്, അപ്പോൾ ഒരു കുട്ടി മിനി വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഓച്ചറ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ചെറിയൊരു ലീവ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ കോളേജിൽ നിന്ന് ചാടിയിട്ടുണ്ട്. നമ്മുടെ വൃശ്ചികം നടക്കുമല്ലേ, അപ്പോൾ എങ്ങനെ വരാതിരിക്കും. അങ്ങനെ ഞാനും അമ്മയും കൂടെ റെഡി ആയിട്ട് ബസ് കയറി അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്. അമ്പലത്തിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എല്ലാവരും എല്ലാം കാണാനും കേൾക്കാനും പിന്നെ തൊട്ടിയാടത്തിൻ്റെ അടുത്തൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഉണ്ട്. അമ്പലത്തിൽ നമുക്ക് തൊഴുത് നീങ്ങാവുന്ന തിരക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും ബസ്സിന് വന്നപ്പോഴും സ്പെഷ്യൽ ബസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ബസ്സിന് ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വന്നു. അമ്പലത്തിലോട്ട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8:45 9 മണിയാണ്. ഞാൻ രാവിലത്തെ ട്രെയിനിൽ വന്നിട്ട് ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേരം ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം തൊഴുതിട്ട് നല്ലൊരു പാനിപ്പൂരിയൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് അന്നദാന മന്ദിരത്തിൻ്റെ അവിടെ പോയി കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൊട്ടിയാടത്തിൻ്റെ ഒക്കെ അടുത്തോട്ട് പോയത്. നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് വരുമ്പോഴത്തേക്ക് തിരക്ക് കുറയുമെന്നും പറഞ്ഞാണ് നമ്മൾ അത്രയും താമസിച്ച് ഇവിടോട്ട് വന്നത്. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ഇല്ലെന്നല്ല, എന്നാലും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് ബജ്ജി കഴിച്ചു, കരിമീൻ ജ്യൂസ് കുടിച്ചു, പിന്നെ കോളിഫ്ലവർ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 കമ്മലൊക്കെ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ കടല വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ കടല പാഴ്സൽ മേടിച്ചോണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇതാണ് വീഡിയോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.